Hello everyone. So, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ചാണ്. അപ്പോൾ ക്വാഡ്രിലാറ്ററൽസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടി. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള പല വേർഡ്സ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. റെക്റ്റാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം, കൈറ്റ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ക്ലാസ്സുകളിലും പല സിറ്റുവേഷൻസിലും നമ്മൾ കേട്ടിട്ടുള്ള വേർഡുകളാണ് അല്ലേ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാലും സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. സോ ഇത് നമ്മളിതിൽ ഓരോ ആൾക്കാരെ എടുത്തിട്ട് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ആ പ്രോപ്പർട്ടീസ് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ് നമ്മൾ പറയും. പിന്നെ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ഓരോ ക്വാഡ്രിലാറ്ററൽസും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടായിരിക്കുക പാരലോഗ്രാമിനെ കുറിച്ചിട്ടാണ്. കാരണം പാരലോഗ്രാം നമുക്ക് അറിയെങ്കിൽ തന്നെ അതിൽ നിന്ന് ബാക്കി ഒരുപാട് ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് പാരലോഗ്രാം എന്നുള്ള കോൺസെപ്റ്റിലോട്ടാണ്. പാരലോഗ്രാം. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന് നമുക്ക് പാരലോഗ്രാം എന്ന് വിളിക്കണമെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള എല്ലാം ക്വാഡ്രിലാറ്ററൽസ് ആണ് അല്ലേ. ഇതെല്ലാം ക്വാഡ്രിലാറ്ററൽസ്, എല്ലാവർക്കും 4 സൈഡ്സ് ഉള്ള പോളിഗൺസ് ആണ്. സോ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ പാരലോഗ്രാം എന്ന് വിളിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി വേണം അല്ലേ. ഒരു പാരലോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ. ഒരു പാരലോഗ്രാമിൽ 2 ഓപ്പോസിറ്റ് സൈഡ്സ്, 2 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു ക്വാഡ്രിലാറ്ററൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പാരലോഗ്രാം എന്ന് വിളിക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും ഈ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ 2 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്. എന്തായിരിക്കണം, ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ്. ഇതിന് എ കൊടുത്തു, ഇത് ബി കൊടുത്തു, ഇത് സി കൊടുത്തു, ഇത് ഡി. സോ ഈ എ ബി എന്ന് പറയുന്ന ഈ ഒരു സൈഡും സി ഡി അല്ലെങ്കിൽ ഡി സി എന്ന് പറയുന്ന ഈ ഒരു സൈഡും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, അതുപോലെ പാരലൽ ആയിരിക്കണം, ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ എ ഡി എന്ന് പറയുന്ന ഈ ഒരു സൈഡും ബി സി എന്ന് പറയുന്ന ഈ ഒരു സൈഡും എന്തായിരിക്കണം, ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള ഈ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാരലലോഗ്രാം എന്ന് വിളിക്കുന്നത്. പാരലോഗ്രാം. സോ എ ക്വാഡ്രിലാറ്ററൽ ഇസ് എ പാരലോഗ്രാം ഇഫ് ഇറ്റ്സ് ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് പാരലോഗ്രാം എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കണം, ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കണം. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മുടെ ഒരു പാരലോഗ്രാമിനുണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മൾ പാരലോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ പാരലോഗ്രാമിന് ഒരു 4 പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്ന സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. ഇതൊരു പാരലോഗ്രാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ അത് ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഡെഫിനിഷൻ നമ്മൾ അതായത് പറയുന്നത് ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. സോ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ്. സോ അടുത്തത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതാണ് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ്? ഇപ്പോൾ ഈ ഒരു പാരലോഗ്രാമിൽ എ എന്നുള്ള ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആരാണ്, സി ആണ്. അതുപോലെ ഡി എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആരാണ്, ബി ആണ്. സോ ആംഗിൾ എ എന്ന് പറഞ്ഞാലും ആംഗിൾ സി എന്ന് പറഞ്ഞാലും എന്തായിരിക്കും, ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ ബി എന്ന് പറയുന്നതും ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. സോ ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യും. ജസ്റ്റ് നിങ്ങളൊന്ന് പ്രോപ്പർട്ടി മനസ്സിലാക്കി വെക്കുക. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയഗണൽസിനെ കുറിച്ചിട്ടാണ്. ഡയഗണൽസ്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന് മാക്സിമം എത്ര ഡയഗണൽസ് വരാം, 2 ഡയഗണൽസ് അല്ലേ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 2 ഡയഗണൽസ് മാത്രമേ ഒരു ക്വാഡ്രിലാറ്ററലിന് വരുള്ളൂ. സോ പാരലോഗ്രാമിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ എ സി എന്ന് പറയുന്ന ഒരു ഡയഗണൽ ഉണ്ട്, അതുപോലെ ബി ഡി എന്ന് പറയുന്ന ഒരു ഡയഗണൽ ഉണ്ട്. ഈ 2 ഡയഗണലും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഈ ഒ എന്ന് പറയുന്നത് അല്ലേ. ഈ 2 ഡയഗണൽസും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഒ. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ ഒ വരെയുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ, അതായത് എ ഒ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസും പിന്നെ ഇവിടെ നിന്നുള്ള ഈ സി ഒ അല്ലെങ്കിൽ ഒ സി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ തിയറം പറയുന്നത്. അതായത് ഈ എ സിയുടെ മിഡ് പോയിൻ്റ് ആയിരിക്കും ഒ അല്ലേ. എ സിയുടെ മിഡ് പോയിൻ്റ് ആകുമ്പോൾ മാത്രമേ എ ഒ എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഒ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആവുള്ളൂ. ഇതേപോലെ തന്നെ ബി ഡി എന്നുള്ള ഡയഗണൽ നോക്കുകയാണെങ്കിൽ ബി ഒ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസും പിന്നെ ബാക്കി വരുന്ന ഈ ഒ ഡി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ബി ഡിയുടെയും മിഡ് പോയിൻ്റ് ആണ് ആര്, ഒ എന്ന് പറയുന്നത്. സോ ഈ 2 ഡയഗണൽസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആ 2 ഡയഗണൽസിൻ്റെയും മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ബൈസെക്റ്റ് ചെയ്യും അവിടെ അല്ലേ. ഈ ഒരു ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വൽ, ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വൽ. സോ ബൈസെക്റ്റിംഗ് നടക്കുന്നുണ്ട് അവിടെ. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് എ ഒ എന്ന് പറയുന്ന ലെങ്ത്തും ഒ സി എന്ന് പറയുന്ന ലെങ്ത്തും ഈക്വൽ ആയിരിക്കും, ബി ഒ എന്ന് പറയുന്ന ലെങ്ത്തും ഒ ഡി എന്ന് പറയുന്ന ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ പാരലോഗ്രാമിൻ്റെ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് നാം വിചാരിക്കുന്നു. അടുത്തത് ലാസ്റ്റ് പ്രോപ്പർട്ടി, നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് പ്രോപ്പർട്ടിയാണത്.
ഇവിടെ നിങ്ങൾക്കറിയാം ഒരു രണ്ട് ഡയഗണൽസ് ഉണ്ട് ഒരു പാരലോഗ്രാമിന്. സോ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഈ ഒരു ഡയഗണൽ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ഡയഗണൽ കൺസിഡർ ചെയ്തു. സോ ആ ഒരു ഡയഗണൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാരലോഗ്രാമിനെ ആ ഡയഗണലിൽ രണ്ട് ട്രയാങ്കിൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് അല്ലേ. ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ADC എന്ന് പറയുന്ന അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ABC ഉണ്ട്, ADC ഉണ്ട്. സോ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ കോൺഗ്രന്റ് ട്രയാങ്കിൾസ് എന്താണെന്നുള്ളത് നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, കോൺഗ്രൻസ് ഓഫ് ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഡയഗണൽ ഈ ഒരു ട്രയാങ്കിളിനെ ഈ ഒരു പാരലോഗ്രാമിനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റും. ആ രണ്ട് ട്രയാങ്കിൾസും എന്തായിരിക്കും? കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. അത് ഈ ഒരു ഡയഗണലിൻ്റെ കേസിൽ മാത്രമാണോ? അല്ല, ഈ ഒരു ഡയഗണലിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ഓക്കെ, ഈ ഡയഗണലിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ BAD എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്, BCD എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ രണ്ട് ട്രയാങ്കിൾസും എന്ത് തന്നെ ആയിരിക്കും? കോൺഗ്രന്റ് ട്രയാങ്കിൾസ് തന്നെ ആയിരിക്കും. സോ നമ്മൾ പ്രൂവ് ചെയ്യും എങ്ങനെയാണ് വരിക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു ഡയഗണൽ ഒരു ക്വാഡ്രിലാറ്ററലിനെ ഒരു പാരലോഗ്രാമിന് എന്ത് ചെയ്യും? രണ്ട് കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാലും CD എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണ്. അതുപോലെ തന്നെ BCD എന്ന് പറഞ്ഞാലും DAB എന്ന് പറഞ്ഞാലും എന്താണ്? കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണ്. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 4 പ്രോപ്പർട്ടീസ്. ജസ്റ്റ് ഇതിനെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അടുത്ത് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ഡയഗണൽ ഒരു പാരലോഗ്രാമിനെ രണ്ട് കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആക്കിയിട്ട് മാറ്റും. സോ ഈ 4 പ്രോപ്പർട്ടീസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇനി അങ്ങോട്ട് പോകുന്ന കുറച്ച് സെഷൻസിലായിട്ട് നമ്മൾ ഓരോരോ പ്രോപ്പർട്ടീസ് എടുക്കും, അത് ഡിസ്കസ് ചെയ്യും, അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്